ബിഗ് ബോസ് ബിഗ് ബോസ് ബിഗ് ബോസ് ബിഗ് ബോസ് സീസൺ 7 മലയാളം സീസൺ 7 ആണ് ഇപ്പോൾ ഏഷ്യാനെറ്റിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റിയാലിറ്റി ഷോ. ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ഹിന്ദിയിലും മറ്റ് ഭാഷകളിലൊക്കെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുള്ളതാണ്. അതിനുശേഷം മലയാളത്തിലേക്ക് ഈ പ്രോഗ്രാം വന്നപ്പോൾ ഇതാര് ആങ്കർ ചെയ്യും, ഇത് ഏത് രീതിയിലായിരിക്കും മലയാളികൾ ഇതിനെ സ്വീകരിക്കുക എന്നൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും മോഹൻലാൽ ഈ പ്രോഗ്രാമിൻ്റെ ആങ്കറായിട്ട് വരുന്നു. സാബുമോൻ അടക്കമുള്ള വിവിധ മേഖലകളിൽ നിന്നുള്ള താരങ്ങളെ ആദ്യഘട്ടത്തിൽ കൊണ്ടുവരുന്നു. ആദ്യഘട്ടത്തിൽ കൂടുതലും സെലിബ്രിറ്റീസ് ആയിരുന്നു വന്നിരുന്നത്. പിന്നീട് ക്രമേണ അവർ സെലിബ്രിറ്റീസിൽ നിന്ന് മാറിയിട്ട് ഇൻഫ്ലുവൻസേഴ്സിനെ കൂടുതൽ ഇൻവോൾവ് ചെയ്യിക്കാൻ തുടങ്ങി. അങ്ങനെ വന്ന് ഇപ്പോൾ ബിഗ് ബോസിൻ്റെ 7ാമത്തെ സീസൺ, മലയാളം പതിപ്പിൻ്റെ 7ാമത്തെ സീസണാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഈ സാധാരണ ഓരോ സീസണിലെയും ബിഗ് ബോസ് തുടങ്ങുന്നതിന് തൊട്ട് മുൻപായിട്ട് കുറേ പ്രൊഡിക്ഷൻ ലിസ്റ്റുകളൊക്കെ വരും. ആ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ഏകദേശം ഒരു 80% കറക്റ്റ് ആവാറുണ്ട് പല ടീം പ്രൊഡിക്ഷൻസ്. കാരണം നമുക്കറിയാലോ ഈ ആരെയാണ് ബിഗ് ബോസ് അടുത്ത ഈ കണ്ടസ്റ്റിലേക്ക് കൊണ്ടുവരാൻ സാധ്യത. കാരണം ബിഗ് ബോസ് എന്ന് പറയുന്നതും ഒരു റിയാലിറ്റി ഷോ എന്നതിനപ്പുറത്തേക്ക് ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അവർക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ മാർക്കറ്റിൽ വിലയുള്ള ആളുകളെ, അല്ലെങ്കിൽ കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ആളുകൾ ശ്രദ്ധിക്കുന്ന ആളുകളെ ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരാൻ വേണ്ടി അവർ ശ്രമിക്കും എന്നുള്ളത് ഒരു വസ്തുതയാണ്. സോഷ്യൽ മീഡിയയിലും അല്ലാതെയും ഒക്കെ ഈ നല്ല തിരക്കും കാര്യങ്ങളും ഒക്കെയുള്ള ആളുകളെ ഈ പരിപാടിയുടെ ഭാഗമാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ചോദിക്കുന്ന പ്രതിഫലവും അതിഭീകരമായിരിക്കും. ഈ ഡെയിലി ആണ് ഇവർക്കെല്ലാവർക്കും പേയ്മെൻറ്റ് നിശ്ചയിക്കുക. അപ്പോൾ അത്തരത്തിൽ രേണു സുധി ഉൾപ്പെടെയുള്ള താരങ്ങൾ ഈ ബിഗ് ബോസ് സീസൺ 7 ചോദിച്ചതും അവർക്ക് ബിഗ് ബോസ് നൽകിയിട്ടുള്ളതുമായിട്ടുള്ള പ്രതിഫലം ഈ ഒരു ഘട്ടത്തിൽ വലിയ ചർച്ചയാവുന്നുണ്ട്. കാരണം ബിഗ് ബോസ് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ 1-2 ആഴ്ചകളിൽ അവരുടെ പ്രകടനത്തോടൊപ്പം തന്നെ അവർക്ക് കൊടുക്കാൻ സാധ്യതയുള്ള തുകകളെക്കുറിച്ചുള്ള പ്രൊഡിക്ഷൻ അടുത്ത ലിസ്റ്റിലേക്ക് വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു കാര്യമാണ് ഇത്. ഇപ്രാവശ്യത്തെ ബിഗ് ബോസിൽ പ്രധാനമായിട്ടും ആളുകൾ പ്രതീക്ഷിച്ചിരുന്ന ഒരാളാണ് രേണു സുധി. രേണു സുധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തരിച്ച മിമിക്രി കലാകാരൻ സുധിയുടെ ഭാര്യയാണ് രേണു. സുധിച്ചേട്ടൻ്റെ മരണത്തിന് ശേഷം ഈ രേണു പിന്നീട് ഫോട്ടോഷൂട്ടും ഈ വൈറൽ കണ്ടൻറ്റും ഒക്കെ ആയിട്ട് സോഷ്യൽ മീഡിയ അടക്കി ഭരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ബിഗ് ബോസ് രേണു സുധിയെ അവരുടെ ഷോയുടെ ഭാഗമാക്കാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ രേണു സുധിയും ബിഗ് ബോസിൽ എത്തിച്ചേരുക എന്നതൊക്കെ തന്നെയാണ് അവരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട എയിം എന്നുള്ളത് പല ഘട്ടങ്ങളിലും പറഞ്ഞതായിട്ട് നമുക്കറിയാം. അപ്പോൾ പക്ഷേ ഈ ബിഗ് ബോസ് അങ്ങോട്ട് അപ്രോച്ച് ചെയ്ത സ്ഥിതിക്ക് രേണു സുധി ബിഗ് ബോസിനടുത്ത് ആവശ്യപ്പെട്ടത് പെർ ഡേ 1 lakh rupees ആണ് എന്നാണ് ഈ രേണു സുധീൻ്റെ സുഹൃത്തുക്കൾ തന്നെ ഇപ്പോൾ ചില മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത്. 1 ലക്ഷം രൂപ 1 ലക്ഷം രൂപ ചോദിക്കാനുള്ള പ്രധാന കാരണം രേണു സുധി പറയുന്നത്, എനിക്കിപ്പോൾ ഫോട്ടോഷൂട്ടും ഉദ്ഘാടനങ്ങളും ഇൻ്റർവ്യൂ ഒക്കെ ആയിട്ട് നല്ല തിരക്കുള്ള സമയമാണ്. ഒരു 100 ദിവസം ഞാൻ അതിനകത്ത് ചിലവഴിക്കുമ്പോൾ എനിക്ക് ഇവിടെ കിട്ടാവുന്ന തുക എല്ലാം നഷ്ടം വരും, എനിക്ക് സമയനഷ്ടം വരും. രണ്ടാമത്തെ കാര്യം, ബിഗ് ബോസിനകത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ പോസിറ്റീവായിട്ട് പുറത്തിറങ്ങണം എന്നില്ല. ഒരുപക്ഷെ എനിക്ക് നെഗറ്റീവ് ഇമേജ് അല്ലെങ്കിൽ എൻ്റെ കരിയറിനെ തന്നെ ബാധിക്കുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാമായിട്ടത് മാറാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് 1 ലക്ഷം രൂപ വീതം തരണം എന്നുള്ളതാണ് രേണു സുധി ബിഗ് ബോസിനടുത്ത് ആവശ്യപ്പെട്ടത്. പക്ഷേ ബിഗ് ബോസ് അത് നിരസിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നത്. ഇവരുടെ സുഹൃത്തുക്കൾ പറഞ്ഞതായിട്ട് നമ്മൾ അറിയുന്നൊരു കാര്യം. അത്രയും തുക തരാൻ സാധിക്കുകയില്ല എന്നുള്ളത്. രണ്ടാമത് ബിഗ് ബോസ് മുന്നോട്ട് വെച്ചതാണ് 50,000 രൂപ വെച്ച് തരാം ദിവസവും എന്നുള്ള കരാറിൽ ഉറപ്പിച്ചാണ് രേണു സുധി അവസാനം ബിഗ് ബോസിൻ്റെ വേദിയിലേക്ക് വരുന്നത്, ബിഗ് ബോസ് ഷോയുടെ ഭാഗമായിട്ട് ആ വീടിനകത്തേക്ക് കയറിയിരിക്കുന്നത്. അപ്പോൾ രേണു സുധിക്ക് ഈ സോഷ്യൽ മീഡിയയിൽ ഉള്ള പ്രാധാന്യം ജനങ്ങൾക്കിടയിൽ രേണു സുധി നെഗറ്റീവായിട്ടെ പോസിറ്റീവായിക്കോട്ടെ ഏത് രീതിയിലാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. രേണു സുധി എന്ന് പറയുന്നത് നമുക്കിടയിൽ ഇപ്പോൾ ഒരു ചർച്ചാ വിഷയമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ബിഗ് ബോസ് ഷോയുടെ ആ പ്രോഗ്രാമിൽ പരമാവധി രേണു സുധീനെ നിർത്തിക്കൊണ്ടു പോകാൻ അധികൃതർ ശ്രമിക്കും എന്നുള്ളതും ഈ ചർച്ചയുടെ ഭാഗമായിട്ട് കൂട്ടുകാർ പറയുന്നുണ്ട്. 100 ദിവസമാണ് ഈ പ്രോഗ്രാം. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, രേണു സുധിയോടൊപ്പം തന്നെ ഈ 50,000 രൂപ പ്രതിഫലം വാങ്ങുന്ന മറ്റൊരു നടിയാണ് അനുമോളും ഈ പറഞ്ഞതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും സീരിയലിലും ഒക്കെ ആയിട്ട് തിരക്കുള്ള ഒരു നടിയാണ്. ഈ 2 കണ്ടസ്റ്റൻസിനാണ് ഈ ബിഗ് ബോസ് ഷോയ്ക്ക് ഏറ്റവും കൂടിയ പ്രതിഫലം നൽകുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അപ്പോൾ ബിഗ് ബോസ് സീസൺ 7 മലയാളം സീസൺ 7 സംബന്ധിച്ചിടത്തോളം ഷോ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരാഴ്ചയാവുന്നതേ ഉള്ളൂ. ഈ ഒരാഴ്ചക്കിടയിൽ 2ാമത്തെ ദിവസം തന്നെ പരസ്പരം അടിയും ബഹളമൊക്കെ ആയിട്ട് ആ ഷോ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിനകത്തുള്ള കോണ്ടസ്റ്റൻസിൻ്റെ
ധാരണ ഒരു പക്ഷേ വലിയ ബഹളവും അടിയൊക്കെ ഉണ്ടായാലായിരിക്കും ആളുകൾ നമ്മളെ ശ്രദ്ധിക്കുക എന്നുള്ള രീതിയിലാണ് ആ പ്രോഗ്രാമിൽ ഓരോ ആൾക്കാരുടെ സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്യുന്നതെന്ന് തോന്നുന്നു. എന്തായാലും ബിഗ് ബോസ് ഷോ, ഈ 6 ഷോ കണ്ടവരും മലയാളം, തമിഴ്, പിന്നെ ഹിന്ദി, അങ്ങനെ നിരവധി ഭാഷകളിലുള്ള പതിപ്പുകളെല്ലാം കണ്ട് പഠിച്ചിട്ടായിരിക്കും ഇതിനകത്തെ ഓരോ കോണ്ടസ്റ്റൻസും ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഏഷ്യാനെറ്റിൻ്റെ ആ വീടിനകത്തേക്ക് എത്തിയിട്ടുണ്ടാവുക. അതിനകത്ത് എത്തുന്ന ഓരോ കോണ്ടസ്റ്റൻസിനും ഇനി ഒരു സ്ട്രാറ്റജി ഇല്ല, ഞാനായി നിൽക്കും എന്ന് പറഞ്ഞിട്ട് ആ പ്രോഗ്രാമിൻ്റെ ഭാഗമാകുന്നുണ്ട് എങ്കിൽ പോലും എല്ലാവർക്കും ആദ്യത്തെ ഒരു 2 ആഴ്ച 3 ആഴ്ചയൊക്കെ കൃത്യമായിട്ടുള്ളൊരു സ്ട്രാറ്റജി ഉണ്ടാവും. 19 ക്യാമറകൾക്ക് നടുവിലാണ് നമ്മളുള്ളത് എന്നതിൻ്റെ ബോധം അവരുടെ ഉപഭോഗ മനസ്സിൽ ഉണ്ടാകും എന്നുള്ളതാണ് വസ്തുത. അതിനനുസരിച്ച് മാത്രമേ അവർ പെരുമാറുകയുള്ളൂ. പിന്നെ നമുക്ക് ഒരാളെ ജഡ്ജ് ചെയ്യാൻ പറ്റുന്നത് ഏകദേശം ഒരു 3 ആഴ്ചയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ, ഒരു 20-21 ദിവസമൊക്കെ കഴിയുമ്പോഴാണ് നമുക്കൊരാളെ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അതുവരെ അവർക്ക് ഈ ഇത്രയും ക്യാമറകൾക്കുള്ളിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന ഒരു ബോധം അവർക്ക് ഉറപ്പായിട്ടും ഉണ്ടാകും എന്നുള്ളതാണ് ഈ ഷോകളുടെയൊക്കെ ഒരു പ്രത്യേകത. അതിനിടയിൽ ഒരാളുടെ റിയൽ ക്യാരക്ടറിനെ പുറത്തു കൊണ്ടുവരാൻ മറ്റ് കോണ്ടസ്റ്റൻസിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ വിജയം എന്ന് പറയും. എന്തായാലും ഈ ആളുകളുടെ സ്വീകരണ മുറികളിൽ, നമ്മുടെയൊക്കെ വീടുകളിലെ സ്വീകരണ മുറികളിൽ ഒരു സ്വീകാര്യമുള്ളൊരു പരിപാടിയാണ് ബിഗ് ബോസ്. അതിന് അത്രയ്ക്കും മലയാളത്തിൽ റേറ്റിംഗ് ഉള്ളൊരു പ്രോഗ്രാമാണ്. പലപ്പോഴും വേറെ ചാനലുകൾ പോലും ഈ സമയത്ത് വലിയ പ്രാധാന്യമുള്ള പ്രോഗ്രാമുകൾ കൊണ്ടുവെക്കാൻ ശ്രമിക്കാറില്ല. കാരണം പ്രോഗ്രാമിൻ്റെ സ്വീകാര്യത കാരണം മറ്റ് ചാനലുകൾ ശ്രദ്ധിക്കാതെ റേറ്റിംഗിൽ വലിയ ഇടിവ് വരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ബിഗ് ബോസ് ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് മറ്റ് ചാനലുകൾ പോലും അവരുടെ പ്രധാനപ്പെട്ട പരിപാടികൾക്ക് വേറെ സമയം കണ്ടെത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്ന ഇതാണ്, ആദ്യഘട്ടത്തിൽ സാബുമോനായിരുന്നു ആ പ്രോഗ്രാമിൻ്റെ വിജയി. അതിൽ ഏറ്റവും കൂടുതൽ ചലച്ചിത്ര താരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ പ്രോഗ്രാം നടത്തിയത്. അപ്പം അങ്ങനെ ഒരു പ്രോഗ്രാം, ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാം മലയാളത്തിൽ എങ്ങനെ സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു മുൻകരുതലോ ധാരണയോ ഒന്നുമില്ലാതെയാണ് ആ ഒരു ഘട്ടത്തിൽ ആളുകൾ ആ പ്രോഗ്രാമിനെ സ്വീകരിച്ചത്. ഇതിനകത്തുള്ള കോണ്ടസ്റ്റൻസ് ആണെങ്കിൽ പോലും അവർ ആ പ്രോഗ്രാമിൽ ഏത് രീതിയിൽ പങ്കെടുക്കണം, ഏത് രീതിയിൽ ബിഹേവ് ചെയ്യണം എന്നതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലാത്തത് കൊണ്ട് ആദ്യത്തെ ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരുടെയും പിടിവിട്ടു. അവരവരുടെ തനി സ്വഭാവം കാണിച്ചു തുടങ്ങി. ആ പ്രോഗ്രാമിൽ അടിയും ഇടിയും ബഹളവും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നെങ്കിൽ പോലും അവിടെ ആരും പരസ്പരം കുറ്റപ്പെടുത്തിയിട്ട് ആരെയും ഒരടിയുടെ പേരിലും പുറത്താക്കേണ്ട സാഹചര്യം അവിടെ വന്നില്ല. പക്ഷേ പിന്നീട് നടന്ന ബിഗ് ബോസുകളിലൊക്കെ ടാർഗറ്റ് ചെയ്തിട്ട് ആളുകളെ അറ്റാക്ക് ചെയ്തതിന് ശേഷം അവരെ കാരണങ്ങളുണ്ടാക്കി പുറത്താക്കുന്ന സ്ഥിതിയിലേക്ക് വരെ വിവിധ സീസണുകളിൽ അത് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നീടുള്ള പല സീസണുകളിലും ഈ സാബുമോൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അഖിൽമാരാരുടെ സീസണാണ് ജനങ്ങളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചൊരു സീസൺ. അഖിൽമാരാറാണ് ബിഗ് ബോസ് വിന്നറായിട്ട് അതിൻ്റെ പോസിറ്റീവ്, അതിൻ്റെ എന്ത് നെഗറ്റീവ് ഉണ്ടെങ്കിലും ആ പ്രോഗ്രാമിനെ ഒരു പോസിറ്റീവായിട്ട് സ്വന്തം ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് അഖിൽമാരാറാണ്. അഖിൽമാരാരുടെ ലൈഫ് ചേഞ്ചിങ് മൊമെൻറ്റ്സ് ആണ് ബിഗ് ബോസ് വഴി ഉണ്ടായിരുന്നത്. അപ്പം എന്തായാലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ വൈറൽ താരമൊക്കെ ആയിട്ടുള്ള രേണു സുധിയുടെ ബിഗ് ബോസ് വീടിനകത്തെ പെർഫോമൻസ് നിങ്ങൾ വിലയിരുത്തുക. ബിഗ് ബോസിൽ ആര് ജയിക്കണ്ട എന്നുള്ളതൊക്കെ പ്രേക്ഷകരാണ് വോട്ട് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രേക്ഷകരുടെ വോട്ടനുസരിച്ച് ആരായാലും ജയിക്കട്ടെ. എന്തായാലും ഒരു കോണ്ടസ്റ്റൻസിന് ബിഗ് ബോസ് ഷോയിൽ പങ്കെടുക്കുന്നതിലൂടെ നൽകുന്ന തുക എത്രയാണ് എന്നതാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.